രഞ്ജി പടം പൊട്ടിയാൽ നമുക്ക് ഈ പണി മതിയാക്കണം. ഗൾഫിൽ പോയി വേറെന്തേലും ജോലി ചെയ്ത് ജീവിക്കാം. 28-ാം വയസ്സിൽ തന്റെ 6ാമത്തെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസം തമ്പാനൂർ ചൈത്രം ഹോട്ടലിൽ ഇരുന്ന് ഷാജി കൈലാസ് രഞ്ജി പണിക്കരോട് പറഞ്ഞു. പിന്നീട് റിലീസിംഗ് ദിവസം പടം കാണാൻ കയറി പാതിക്ക് വെച്ച് ആകെ തകർന്ന് സങ്കടത്തോടെ ഇറങ്ങിപ്പോന്ന രഞ്ജി പണിക്കർ പറഞ്ഞു, ഷാജി, ഒരു സീനിൽ ജനം കൂവുന്നത് കേട്ട് ഞാൻ തകർന്നുപോയി. പടം വീണെന്നാ തോന്നുന്നത്. നീ അന്ന് പറഞ്ഞ ഗൾഫ് വിസയുടെ കാര്യം നോക്കാം നമുക്ക്. പക്ഷേ അടുത്ത ദിവസം മുതൽ മലയാള വാണിജ്യ സിനിമയുടെ ചരിത്രത്തിലേക്ക് ഈ സിനിമ ഇടിച്ചു കയറുന്ന കാഴ്ച കണ്ട് ഇരുവരും അന്തിച്ചു. മലയാളത്തിൽ പുതിയൊരു സിനിമാ ഫോർമാറ്റിന് തന്നെ തുടക്കമിട്ട സുരേഷ് ഗോപി ഒരു സൂപ്പർ താരമായി ഉദിക്കാൻ തുടങ്ങിയ ചിത്രം മലയാളം ഏറ്റെടുത്തു. തലസ്ഥാനം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അന്നത്തെ ഉറക്കമില്ലാത്ത രാവുകൾ ഷാജി കൈലാസ് ഇന്നും ഓർക്കുന്നു. ഈ ചിത്രത്തിലൂടെ തലസ്ഥാനം വിജയകുമാർ എന്നറിയപ്പെട്ട വിജയകുമാറിന്റെ അച്ഛൻ വിഴിഞ്ഞം സ്വദേശി ഹെൻറിയാണ് ഈ സിനിമയുടെ നിർമ്മാതാവ് എന്ന കാര്യവും പലർക്കും അറിയില്ല. ഷാജി കൈലാസ് പഠിച്ച MG കോളേജും പരിസരവും തന്നെയായിരുന്നു പ്രധാന ലൊക്കേഷനും. ഫോട്ടോയിൽ നിന്ന് കത്തിയ കഥ. ഒരു സീനിൽ പോലും കാണികൾക്ക് മുന്നിലെത്തിയില്ലെങ്കിലും റേഞ്ചർ സായിപ്പ് ഇല്ലായിരുന്നെങ്കിൽ ലേലം സിനിമ ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയുന്ന പോലെയാണ് തലസ്ഥാനത്തിന്റെയും കാര്യം. കഥയ്ക്കു വേണ്ടി കടുത്ത ആലോചനയിലിരിക്കുമ്പോഴാണ് ആ ലക്കം ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലിയുടെ കവർ ചിത്രം കണ്ണിലുടക്കുന്നത്. മണ്ഡൽ കമ്മീഷൻ വിഷയവുമായി ബന്ധപ്പെട്ട സമരത്തിനിടെ ഒരു വിദ്യാർത്ഥിയുടെ ദേഹത്ത് തീ ആളിപ്പടരുന്നു. ചുറ്റും തീ അണയ്ക്കാൻ ശ്രമിക്കുന്നവർ. ചിത്രം കണ്ട് ഷാജിക്ക് കഥ കത്തി. ആ ചിത്രം രഞ്ജി പണിക്കർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഷാജി പറഞ്ഞു, നമുക്ക് ഈ കവർ ചിത്രം വെച്ച് തുടങ്ങിയെഴുതാം. രഞ്ജിക്കും കാര്യം കത്തി. അങ്ങനെ ആ ഫോട്ടോ പോലെ തന്നെ പൊള്ളുന്ന വിഷയവുമായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ അപജയ കഥ പിറന്നു. MG കോളേജിൽ ബിരുദത്തിന് പഠിക്കുന്ന കാലത്ത് ഷാജി കൈലാസ് കോളേജ് ഇടനാഴിയിൽ കണ്ട ഒരു അടിരംഗമുണ്ട്. അടിയല്ല, കത്തിക്കുത്ത്. വായിൽ കടിച്ചുപിടിച്ച് ഉറയിൽ നിന്ന് കത്തി ഊരി ഒരു വിദ്യാർത്ഥി സഹപാഠിയെ കുത്തി വീഴ്ത്തുന്ന രംഗം. അത് മനസ്സിൽ നീറ്റലോടെ കിടന്നിരുന്നു. തലസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പപ്പനെ കുത്തി വീഴ്ത്തുന്ന രംഗം ആ പഴയ ഓർമ്മയിൽ നിന്ന് പുനരാവിഷ്കരിച്ചതാണ്. കത്തിയൂരലും കുത്തലുമെല്ലാം അതേപടി. അതും അന്ന് സംഘടനം നടന്ന അതേ ഇടനാഴിയിൽ വെച്ച് തന്നെ ചിത്രീകരിച്ചു. എഴുതിയ ഡയലോഗ് സ്വയം പറഞ്ഞു. മോഹൻ തോമസ്, ജോസഫ് അലക്സ്, കടയാടി ബേബി, ആനക്കാട്ടിൽ ഈപ്പച്ചൻ തുടങ്ങി ഉഗ്രമൂർത്തികൾ പിറക്കുന്നതിന് മുൻപുള്ള രഞ്ജി പണിക്കരുടെ തുടക്കകാലമാണത്. മറ്റ് സിനിമകളിൽ ഒന്നും കേട്ടിട്ടില്ലാത്ത മാസ് ഡയലോഗുകൾ വേണമെന്ന് ആദ്യമേ നിശ്ചയിച്ചു. അങ്ങനെ നല്ല വെങ്കലം ഡയലോഗ് തന്നെ രഞ്ജി പഴുതി. സിനിമയിൽ ഒരു പത്രപ്രവർത്തകൻ ഒരു മാസ് ചോദ്യം ചോദിക്കുന്ന രംഗമുണ്ട്. പാളയത്തെ കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിലാണ് ചിത്രീകരണം. ഈ ഡയലോഗ് പറയേണ്ട ജൂനിയർ ആർട്ടിസ്റ്റ് എത്ര ടേക്ക് എടുത്തും ശരിയാവുന്നില്ല. അവസാനം ഷാജി രഞ്ജി പണിക്കരോട് പറഞ്ഞു, കടുകട്ടിക്ക് എഴുതി വെച്ചതല്ലേ, നീ തന്നെ ഈ ഡയലോഗ് പറയേ. അങ്ങനെ രഞ്ജി പണിക്കർ ഈ സിനിമയിലൂടെ അഭിനയത്തിലേക്കും കടന്നു. പടം പൊട്ടും കട്ടായം. സിനിമ ഇറങ്ങും മുൻപ് ചെന്നൈയിൽ ഒരു പ്രിവ്യൂ ഷോ വെച്ചിരുന്നു. പടം കഴിഞ്ഞ് നാട്ടിലേക്ക് വിളിക്കാനായി ബൂത്തിലെത്തിയ ഷാജിയും രഞ്ജിയും ബൂത്തിനകത്തു നിന്ന് ഒരാൾ ഫോൺ ചെയ്യുന്നത് കേട്ടു. ഓ, പടത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഓടില്ലെന്നുറപ്പ്. മലയാളത്തിലെ ഒരു നിർമ്മാതാവാണ് ആരെയോ വിളിച്ച് ഇങ്ങനെ പറയുന്നത്. സിനിമ ഇറങ്ങി 2 ദിവസത്തേക്ക് ഒരു ഫോൺ കോളും ഷാജിയെ തേടിയെത്തിയില്ല. രഞ്ജിയാണെങ്കിൽ ആദ്യ ദിവസത്തെ തിയേറ്റർ അനുഭവത്തോടെ പ്രതീക്ഷ വിട്ടിരുന്നു. എന്നാൽ 3-ാം നാൾ രാത്രി വിതരണക്കാരൻ ബേബിക്കുട്ടിയുടെ കോൾ എല്ലാ അനിശ്ചിതത്വവും നീക്കി. പടം ഗംഭീരം, ഇത് തകർത്തു വാരും, തിയേറ്ററുകളെല്ലാം ഫുൾ. അന്ന് തിയേറ്ററിൽ രഞ്ജി പണിക്കർ കൂക്കിവിളി കേട്ടത് സുരേഷ് ഗോപി അസീസിനെ തല്ലുന്ന സീനിലായിരുന്നു. ആ കൂക്കിവിളി സിനിമയ്ക്കല്ല, വില്ലനായ അസീസിനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കുറച്ചു ദിവസം വേണ്ടി വന്നു എന്ന് മാത്രം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.